അപ്പോഴേ ഇന്ന് എന്താ പരിപാടി എന്നറിയോ? നമ്മുടെ റോബസ്റ്റാക്കായം കൊണ്ട് കുറച്ച് ചിപ്സ് ഉണ്ടാക്കാൻ പോവാണ്. ഇതിന് റോബസ്റ്റായെന്നും പച്ചക്കായെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയാം. ഇത് നമ്മുടെ സ്വന്തം തോട്ടത്തിലെ റോബസ്റ്റാക്കായാണ് കേട്ടോ. ഞാൻ കുറച്ച് മൂത്ത കാ നോക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കറ കയ്യിലും കത്തിയിലൊക്കെ പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കറ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര കറിയാണ് കേട്ടോ. നമ്മുടെ ഏത്തക്ക പോലെയൊന്നും അല്ല. ഇത് നോക്കിക്ക് കറ ഇങ്ങനെ ഒഴുകുവാണ്, അതിൻ്റെ അകത്ത് വെള്ളം പോലെ ഒഴുകുവാണ് കേട്ടോ. അപ്പം നമ്മുടെ ഡ്രസ്സൊക്കെ സൂക്ഷിക്കണം കേട്ടോ. ഇത് മുറിക്കുമ്പോൾ കരയെങ്ങാൻ ഒരു തുള്ളി ചാടിയാൽ പിന്നെ അവിടെ കറ പറ്റിയിട്ട് കറുത്തിരിക്കുവേ, പിന്നെ അത് പോത്തും. ഇപ്പം ഞാൻ അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുവാണ് കേട്ടോ. ഇത് വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീർന്നു പോയെങ്കിലും നല്ല സമയം എടുക്കണ ഒരു പ്രോസസ്സാണ് കേട്ടോ. അപ്പം വാഴയ്ക്ക വറുത്തിട്ടുള്ളവർക്കൊക്കെ അറിയാലോ, ഒത്തിരി സമയം എടുക്കും ഇത് വറുത്തെടുക്കാനായിട്ട്. ഞാനിത് കുറച്ച് അധികം വറുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവർക്ക് സ്കൂളിൽ സ്നാക്സ് ഒക്കെ കൊടുത്തു വിടാനൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം വറുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലൈസറിലാണ് കേട്ടോ ഞാനിത് അരിഞ്ഞെടുക്കുന്നത്. അപ്പം നമുക്ക് എളുപ്പമുണ്ട് ഈ സ്ലൈസറിൽ അരിഞ്ഞെടുക്കുവാണെങ്കിൽ. ഇതിൻ്റെ അകത്ത് കുറേ ബിറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബിറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇച്ചിരി തിന്നായിട്ട് അരിഞ്ഞെടുക്കാനും. ഒത്തിരി തിന്നായിട്ടുള്ള ചെറിയ ബിറ്റല്ല കേട്ടോ, ഇത് കുറച്ചും കൂടെ വലുപ്പമുള്ളതാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ കിട്ടും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വറുക്കാനായിട്ട് വെക്കുവാണ് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് പതിയെ അരിഞ്ഞെടുക്കാമല്ലോ. നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഇത് വറുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണയ്ക്കകത്തൊരു ഇട്ട് കൊടുക്കുമ്പോഴുണ്ടല്ലോ ഒത്തിരി അങ്ങോട്ട് തിങ്ങി നിറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്. കാരണം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ എന്തോ പോലെയാവും, നന്നായിട്ട് മൊരിഞ്ഞ് വരത്തില്ല. അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് വിട്ട് കിടക്കാൻ പാകത്തിന് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം എല്ലാം നല്ല ക്രിസ്പി. പിന്നെ ഞാൻ അതിന് പാകത്തിനുള്ള ഉപ്പുവെള്ളവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏത്തക്ക ചിപ്സ് ഉണ്ടാക്കണേക്കാളും ഈ റോബസ്റ്റ ചിപ്സ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ, നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ നമ്മളെല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ലൈസറിനകത്ത് അരിഞ്ഞിട്ട് ആ എണ്ണയിലോട്ട് തന്നെ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ എണ്ണ കയ്യിലോട്ട് തെറിക്കാതെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പോൾ റോബസ്റ്റ വാഴക്കോലൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് വറുത്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണേ.